ഞാൻ മോന് മുട്ടയുടെ വൈറ്റ് കൊടുക്കുകയില്ല. ഈ കുറുക്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഈ പൗഡർ മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 വീക്സും നോ പ്രോബ്ലം, അതായത് കുഞ്ഞിന് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഓക്കെ ആയിട്ട് അവൻ്റെ മോഷൻ എല്ലാം കറക്റ്റായി പോകുന്നുണ്ട് എന്നാണെങ്കിൽ അതിനുശേഷം മാത്രം കൊടുക്കരുത്, നിർബന്ധമായിട്ട് കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ പാരൻസിനും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ആദ്യമായിട്ട് ആവുന്നവരും അല്ലെങ്കിൽ അമ്മയാവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരും കുഞ്ഞു കുട്ടികളുടെ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ജനിച്ച കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ പാടുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നൂലുകെട്ട് എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ദിവസം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കുറുക്കുകളൊക്കെ കൊടുത്തു തുടങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു രീതി മനസ്സിൽ വെച്ച് ഇപ്പോഴും ബിഹേവ് ചെയ്യുന്ന പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടത്. കുഞ്ഞ് ജനിച്ച് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അവരുടെ ഡൈജഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതായിരുന്നു. അപ്പോൾ ആ ഡൈജഷൻസ് ഒന്ന് പ്രോപ്പറായിട്ട് വരാൻ എടുക്കുന്ന ടൈം ഈ 6 മാസം എന്നുള്ളതാണ്. അതിന് മുമ്പ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഫീഡിങ് അല്ലെങ്കിൽ കുറുക്ക് പോലുള്ള സംഭവങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കാന്ന് വെച്ചാൽ അവരുടെ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കില്ല. അപ്പോൾ അവർക്ക് കോളിക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. കൂടുതൽ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ തന്നെ കോളിക്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. എൻ്റെ മോന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ കോളിക്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ തോളിലോ അല്ലെങ്കിൽ കാലിലോ കമഴ്ത്തി നന്നായി തട്ടി കൊടുക്കുക. ഓരോ തവണ ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ തോളിലോ അല്ലെങ്കിൽ കാലിലോ കമഴ്ത്തി കിടത്തിയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ട് തട്ടി കൊടുക്കുക പുറത്ത്. ചില കുട്ടികൾക്ക് അത് നല്ല ഇങ്ങനെ നമുക്ക് സാധാ ഏമ്പക്കം വരുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് അത് ആ കോളിക്കൽ ഇഷ്യൂസ് പുറത്തേക്ക് വരാറുണ്ട്. ചിലപ്പം അതിനൊപ്പം തന്നെ അവർ ഉള്ളിലേക്ക് കുടിച്ചിട്ടുള്ള ആ മിൽക്കിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ പുറത്തു വരും. നമ്മൾ ഓരോ തവണ കുഞ്ഞ് സക്ക് ചെയ്യുമ്പോഴും അതിനോടൊപ്പം തന്നെ ഈ എയർ ബബിൾസും കൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ തട്ടി കൊടുക്കുമ്പം ആ എയർ ബബിൾസ് പുറത്തേക്ക് കളയാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുറങ്ങിപ്പോയി അങ്ങനെ എടുത്ത് നമ്മൾ തൊട്ടിലോ മറ്റോ കിടക്കുകയാണെന്ന് വിചാരിക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും കുഞ്ഞ് ഉറക്കത്തിൽ തന്നെ വൊമിറ്റ് ചെയ്ത പോലെ ആ കുടിച്ച പാല് മൊത്തം മുഖത്തുകൂടെ ഒഴുകി അല്ലെങ്കിൽ ബെഡിൽ അല്ലെങ്കിൽ തൊട്ടിലൊക്കെ ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരയുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും. പിന്നെ വയറ് വീർക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു കാരണം നേരാവണ്ണം ചെയ്യാത്തത് കൊണ്ട് മാത്രം സംഭവിച്ചു വരുന്നതാണ്. 15 to 20 മിനിറ്റ് നന്നായി തട്ടിയിട്ടും ഈ വയറിൻ്റെ ഗ്യാസ് അല്ലെങ്കിൽ കോളിക് ഇഷ്യൂസ് കുഞ്ഞിന് മാറുന്നില്ല എന്നുള്ള കേസിൽ മാത്രം നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡോക്ടർ അതിൻ്റെ ഒരു സിറപ്പ്, കോളിക്കിനുള്ള ഒരു സിറപ്പ് എഴുതി തരുമല്ലോ. അപ്പോൾ അത് കൊടുക്കുക. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്, നോർമലാണ്, കുഞ്ഞ് ഓക്കെയാണ്, നല്ല എനർജറ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രം നമ്മുടെ എക്സ്റ്റേണൽ ഫുഡ് കുറുക്കുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പം ഞാൻ മോന് ചെയ്തിട്ടുണ്ടായത് ഇപ്പോൾ 6 മന്ത്സ് സ്റ്റാർട്ട് ചെയ്ത് 2nd വീക്കിലും മറ്റുമാണ് കുറുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കുറുക്ക് കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, പുതിയൊരു ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് സോളിഡ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറയാറ്, അപ്പോൾ റാഗി, ഗോതമ്പ്, അരി, ഈ 3 സാധനങ്ങളായിരിക്കും ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് റാഗി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, റാഗി എന്നല്ല ഏത് ധാന്യം കൊടുക്കുമ്പോഴും അതിൻ്റെ ഫുള്ളായിട്ടുള്ളത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഹോൾ ഗ്രെയിൻ ആണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ റാഗീനെ അരച്ച് തുണിയിൽ വെച്ച് പിഴിഞ്ഞ് അതിൻ്റെ പാല് മാത്രം എടുത്ത് കുറുക്കിയിട്ടാണ് കൊടുക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഹോൾ ഗ്രെയിൻ ആണ് കൊടുക്കേണ്ടതെന്നാണ് പറയാറ്. അപ്പോൾ ഏത് ധാന്യമാണ് കൊടുക്കുന്നത് അതിനെ മുളപ്പിച്ച് പൊടിക്കാൻ ശ്രമിക്കുക. ആ മുളപ്പിച്ച് പൊടിക്കുന്നത് ഞാൻ മോൻ അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. റാഗി ഒരു 2 വയസ്സോളം ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിനും നല്ല ഫൈബർ കണ്ടൻറ്റും ഒക്കെ കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അപ്പം അതെങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് അറിയണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കുറച്ച് പണിയാണെന്നേ ഉള്ളൂ. പക്ഷേ ഒരു 5-6 കിലോ ഒരുമിച്ച് ചെയ്ത് വെച്ചാൽ കുറേ കാലത്തേക്കാവും. നമ്മൾ കൊടുക്കുന്ന അളവ് അത്രയല്ലേ ഉള്ളൂ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഏറ്റവും നല്ല രീതി എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇപ്പോൾ 6ാം മാസം തീയതി മുതലാണ് നിങ്ങൾ കുഞ്ഞിന് കുറുക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത് വിചാരിക്കുക. അപ്പം മാസം 6th month 15th
1 സ്പൂൺ നമ്മൾ റാഗിയാണ് ഈ സ്പ്രോട്ടഡ് അല്ലെങ്കിൽ മുളപ്പിച്ച റാഗിയുടെ പൊടി, ഇത് 1 ടീസ്പൂൺ റാഗി പൊടി എടുത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമുക്ക് നല്ല ലിക്വിഡ് പരുവത്തിൽ തന്നെ, കുറുക്ക് പോലെയല്ല ആദ്യം കൊടുക്കുന്നത്, നല്ല ലിക്വിഡ് പരുവത്തിൽ അതിനെ മാറ്റിയെടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് ചെറു ചൂടോടെ കുഞ്ഞിന് ഫീഡ് ചെയ്തു. അപ്പോൾ കുഞ്ഞെന്താണ്, അതായത് പാലിൻ്റെ കൺസിസ്റ്റൻസിനെ അതിനുണ്ടാവുള്ളൂ. നമുക്ക് കുഞ്ഞ് ഇത്രയും കാലം കുടിച്ചുകൊണ്ടിരുന്ന സെയിം ഫുഡിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഫുഡാണ്, സോളിഡ് ഫുഡാണെന്ന് മാത്രം നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിലൂടെ ചെയ്യുന്ന എന്താ, വേറൊരു എക്സ്റ്റേണൽ ഫുഡ് ആദ്യമായിട്ട് ആ നേരത്തെ കഴിച്ച അതേ കൺസിസ്റ്റൻസിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതേ രീതിയിൽ അറ്റ്ലീസ്റ്റ് 1 വീക്ക് ഒരു നേരത്തേക്ക് മാത്രം എന്ത് ചെയ്യുക, ഈ ഫുഡ് ഫോളോ ചെയ്യുക. അതായത് 1 ടീസ്പൂൺ റാഗി പൗഡർ നല്ല ലൂസ് വാട്ടർ കൺസിസ്റ്റൻസിയിൽ മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് മാത്രം എന്ന രീതിയിൽ കുഞ്ഞിന് 1 വീക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം ഈ 1 വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സമയത്തൊന്നും കുഞ്ഞിന് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഇല്ല, നോ പ്രോബ്ലംസ് ആണെങ്കിൽ, കുഞ്ഞ് ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് വീക്കിലേക്ക് നമുക്ക് 2 നേരത്തേക്ക് ഫുഡ് കൊടുക്കാം. ഈ 2 നേരത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മോർണിംഗ് നമ്മൾ ചെയ്തത് സ്പ്രോട്ടഡ് റാഗി ആണെങ്കിൽ ഈവനിങ് എന്ത് ചെയ്യാം, സ്പ്രോട്ടഡ് ഇപ്പോൾ വീറ്റ് എടുക്കാം. അതും ഇതേ കൺസിസ്റ്റൻസിയിൽ 1 ടീസ്പൂൺ എടുത്തിട്ട് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ 2 വീക്സും ഇപ്പോൾ 2 ഐറ്റംസ് മോന് അല്ലെങ്കിൽ കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, 2 വീക്കും മോൻ്റെ ഹെൽത്തിന് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് 1 വീക്ക് അല്ലെങ്കിൽ 1-2 വീക്ക് ഇതേപോലെ ഫോളോ ചെയ്തതിന് ശേഷം തേർഡ് അല്ലാത്ത ടൈമിൽ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ പൗഡർ മിൽക്ക് ആണെങ്കിൽ അതും കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഈ കുറുക്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഈ പൗഡർ മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 വീക്സും നോ പ്രോബ്ലം, അതായത് കുഞ്ഞിന് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഓക്കെ ആയിട്ട് അവൻ്റെ മോഷൻ എല്ലാം കറക്റ്റായി പോകുന്നുണ്ട് എന്നാണെങ്കിൽ അതിനുശേഷം മാത്രം 2 നേരം മാത്രം എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ കുറുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ആദ്യത്തെ ഇപ്പോൾ 6 മന്ത് സ്റ്റാർട്ട് ചെയ്തു, 7 മന്ത് കഴിയുന്നത് വരെയും നമ്മൾ 2 നേരം മാത്രം കുറുക്ക് കൊടുക്കുമെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ 2 മാസത്തേക്ക് 2 നേരം മാത്രം ഫുഡായിട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ കൺസിസ്റ്റൻസിയിൽ കുറച്ച് ചേഞ്ച് വരുത്തുക, അതിൻ്റെ ക്വാണ്ടിറ്റിയിലും പിന്നെ ഓരോ വീക്ക് കഴിയുമ്പോഴും ഈ കൊടുക്കുന്ന കുറുക്കിൻ്റെ ക്വാണ്ടിറ്റിയിലും ചേഞ്ചസ് വരുത്തുക. പിന്നെ ഒരു 8-ാം മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ റൈസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 8-ാം മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ 2 നേരം കൊടുത്ത കുറുക്കുകൾ നമ്മുടെ കുറുക്കിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റാം. അതായത് ആ കുറുകിയ രീതിയിൽ നമ്മളെടുത്ത് കൊടുക്കും, ആ കൺസിസ്റ്റൻസിയിലേക്ക് ആക്കാം. അപ്പോൾ 8-ാം മാസം മുതൽ നമ്മൾ ഉച്ചയ്ക്ക് മാത്രം ലഞ്ചായിട്ട് ചോറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 1 പിടി പൊന്നിരി എടുക്കുക, ഒരു കുക്കറിനകത്ത് ഇടുക, അല്പം ജീരകം, ഒരു നുള്ളു ജീരകം, പിന്നെ അതിലേക്ക് നമുക്ക് അതായത് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ, ഒന്നില്ലെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അത് കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇച്ചിരി ഉപ്പ് ചേർക്കുക. പിന്നെ അതിലേക്ക് ഇടുന്നത് നെയ്യാണ്. നെയ്യ് നമുക്ക് ലാസ്റ്റ് അതിനെ ഒന്ന് ഉടച്ചതിന് ശേഷം ചേർത്താലും മതി, അല്ലെങ്കിൽ ഇതിൽ ചേർക്കാമെന്നുള്ളവർക്ക് അതിൽ ചേർക്കാം. ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരു 2-3 വിസിൽ വെച്ചാൽ തന്നെ നന്നായി വെന്ത് കിട്ടും. അതിനുശേഷം അത് ഒരു ചൂടാറിയതിന് ശേഷം നമ്മളൊരു ജാറിലേക്കിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ജാറെടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച്, നമ്മൾ കുഞ്ഞിനുള്ള ചെറിയ കുഞ്ഞായതുകൊണ്ട് കുഞ്ഞിനുള്ള ഫുഡ് ഉടയ്ക്കുന്നതിന് മുമ്പ് ആ ജാറിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കറക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ അഴുക്ക് എന്തെങ്കിലും പറ്റി പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അങ്ങനെ ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വേവിച്ച് വെച്ച കുഞ്ഞിനുണ്ടാക്കിയിട്ടുള്ള ഈ ചോറ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഉടച്ചെടുത്തിട്ട് ഇളം ചൂടോടെ തന്നെ നമുക്കിത് കുഞ്ഞിന് കൊടുക്കാം. അപ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റി കുറച്ച് കുറവെടുത്താൽ മതി ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു നേരത്തെ ഗോതമ്പ് മാറ്റി നമുക്ക് വേണമെങ്കിൽ ചോളത്തിൻ്റെ കന്നങ്കായയുടെ പൊടി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇതെല്ലാം ഒരു വീക്ക്ലി ട്വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു നേരം ചേഞ്ച് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ഈ ചോറ് കൊടുക്കുമ്പോൾ ഇപ്പോൾ 1 വീക്കിൽ നമുക്ക് ഏതെങ്കിലും 2 ദിവസത്തിലേക്ക് ക്യാരറ്റ് ഉൾപ്പെടുത്താം, ഏതെങ്കിലും 2 ദിവസത്തേക്ക് ബീറ്റ്റൂട്ട്, പിന്നെ 2 ദിവസത്തിൽ ലീഫി വെജിറ്റബിൾസ്, ഇപ്പോൾ ചീരയുടെ കുറച്ച് 5-6 ഇല ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഈ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം, ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഒരു 10 മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡിൻ്റെ ഇടയിൽ ഒരു സ്നാക്സ് ടൈം ഒന്ന് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഉച്ചക്കത്തെയും രാത്രിയത്തെ ഇടയിൽ ഈ 4 മണി സമയമാകുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ പ്യൂരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ മാംഗോ സീസൺ ആകുമ്പോൾ നമുക്ക് മാംഗോ പ്യൂരി ഉണ്ടാക്കാം. മെയിനായിട്ട് 1 വയസ്സ് വരെ എങ്കിലും
നിങ്ങൾ ആരും തന്നെ പാരൻസ് മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം 1 വയസ്സ് വരെയെങ്കിലും ഷുഗർ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ 1 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ജ്യൂസസും ഒക്കെ കുടിക്കാനാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മധുരത്തിന് തേന് വേണമെങ്കിൽ ചേർക്കാം. ചെറിയ പ്രായത്തിലാണ് ബ്രെയിൻ വളർച്ച 90% വളരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ള വേയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ കുഞ്ഞിനത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടത്, 1 വയസ്സ് വരെ ഞാൻ മോന് മുട്ടയുടെ വൈറ്റ് കൊടുത്തിട്ടേ ഇല്ല. മുട്ടയുടെ യെല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്നാക്സ് ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് വേവിച്ച മുട്ടയുടെ യെല്ലോ മാത്രം ഒരു മുട്ടയുടെ ഒരു ഹാഫൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ കുറച്ച് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എന്തൊക്കെ പ്യൂരീസ് പറയാമെന്ന് നോക്കിയാൽ ആപ്പിൾ പ്യൂരീസ് ഉണ്ടാക്കാം. ഏതെങ്കിലും ഇപ്പോൾ വീക്ക്ലി ഓരോ ദിവസം ഓരോന്നാക്കാം. ഒരു ദിവസം ആപ്പിൾ പ്യൂരി ആണെങ്കിൽ പിറ്റേ ദിവസം മാംഗോ സീസൺ ആണെങ്കിൽ മാംഗോ പ്യൂരി ഉണ്ടാക്കാം. ബനാന കൊണ്ടിട്ടുള്ള പ്യൂരീസ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവം കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് 1 വയസ്സ് വരെ നമ്മൾ ഈ നാരങ്ങ, ഓറഞ്ച് ഇങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് കൊടുക്കരുത്, നിർബന്ധമായിട്ട് കൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് കേട്ടോ. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പശുവും പാല് മാക്സിമം കൊടുക്കാതിരിക്കും. 1 വയസ്സിന് ശേഷം മാത്രം കൊടുക്കുക. ഞാനൊരു മോനെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവന് പാലൊഴിച്ചിട്ട് കുറുക്കിലൊക്കെ കുറുക്ക് കൊടുക്കുന്ന സമയത്തും പാലൊഴിച്ച് കൊടുത്തിട്ടുള്ളവർക്ക് 1 വയസ്സിന് ശേഷം. അല്ല, പിന്നെ പറയാനുള്ള കാര്യം, ഈ പാല് കൊടുക്കുമ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് കഫക്കെട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പശുവും പാല് കൊടുക്കണ്ട, കഫക്കെട്ട് ഉണ്ടാവും എന്നുള്ളവർ പണ്ടുള്ളവർ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതാണ് എനിക്കും ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല എന്നുള്ളത് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഡെയിലി മോന് പാല് കൊടുക്കുമായിരുന്നു. പാല് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, പാലിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് പാലിൽ നല്ലോണം ഉള്ളതുകൊണ്ടാണ് ഈ നമ്മുടെ കുടിച്ചു കഴിയുമ്പോൾ തൊണ്ടയിലൊരു കഫത്ത് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകും. ഈ പ്രോട്ടീനാണ് തൊണ്ടയിൽ നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത്, നമ്മളാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയാണെങ്കിലും പാല് കുടിച്ചിറക്കിയതിന് ശേഷം ഇച്ചിരി നല്ല ചൂടുള്ള വെള്ളം ഒരു 2 സിപ്പെങ്കിലും അവരെ കൊണ്ട് ഇറക്കിപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ തൊണ്ടയിലുള്ള ആ പ്രോട്ടീൻ ഇവിടെ ഇറങ്ങിപ്പോകും. അപ്പം നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. അല്ലാതെ കഫമല്ല നമ്മുടെ തൊണ്ടയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ 1 വയസ്സിന് ശേഷം മാത്രം മുട്ടയുടെ വെള്ളയും ഓറഞ്ച്, ലെമൺ പോലുള്ള ഫ്രൂട്ട്സും പാലും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ അപ്പം നിങ്ങൾക്ക് ആർക്ക് യൂസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.